ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എവിടെ പോവാണ്? നമ്മൾ ബീച്ചിൽ പോവാണ്. ചീപ്പൊക്കെ കാരണം ഇല്ലേ, അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് ഒരു പരുവാവും. അപ്പോൾ നമുക്ക് മുടിയൊക്കെ അഴിച്ചു കെട്ടണം. സോ വൃത്തികെട്ട വെയിൽ. നമ്മൾ പെട്ടെന്നിട്ട പ്ലാനാണ്. പോകണമെന്ന് വിചാരിച്ചു. നമ്മൾ ഫുഡ് കഴിക്കാൻ മെസ്സിൽ പോയപ്പം വേറെ റൂമിലെ കുറച്ച് പേര് പറഞ്ഞ് നമുക്ക് ഒരു പയ്യോളി പോവാന്ന്, ബീച്ചിൽ പോകുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ എന്നാൽ നമുക്കും പോവാന്ന്. സോ നമ്മൾ അപ്പം തന്നെ ഇറങ്ങി. ഭയങ്കര വെയിൽ, ഒരു കുട പോലും ഇല്ല. നമ്മൾ കുറച്ച് ബാക്കിലാണ്. ലിപ്സ്റ്റിക്ക് എടുത്തോന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ബാക്കിലാണ്. അവരൊക്കെ പോയി, അവരൊക്കെ നടക്കുന്ന അങ്ങോട്ട്. സോ നമ്മൾ മല കയറി തുടങ്ങി. ആസ് യൂഷ്വൽ മല കയറ്റം. എവിടെ പോകണം? ആദ്യം മല കയറണം. സോ മല കയറണം, മല ഇറങ്ങണം. ഓക്കെ, അപ്പോൾ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ബൈ ഗൈസ്. നമ്മൾ മല കയറിക്കഴിഞ്ഞ് നമ്മളിപ്പോൾ മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കോളേജ് കണ്ട അവിടെ. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് ടാസ്കുള്ള പരിപാടിയാണ്. ഇന്ന് എല്ലാവരെയും കാട്ടി കൂടുതൽ കഴിയാൻ പോകുന്നത് ഞാനാണ്. ചത്ത് എല്ലാവരും പോകും. നമ്മൾ എത്ര പേരുണ്ട്? 8 പേരോ? ഓൾറെഡി നമ്മൾ 8 പേരുണ്ട്. അല്ല, നമ്മൾ 5 പേര്. ഓക്കെ, നമ്മൾ 10 പേരുണ്ട് കേട്ടോ. ഇപ്പൊ ഒരാളില്ല, ഒരാളെ വടകര നമ്മൾ കൂട്ടണം. അവൾ ഓൾറെഡി അവിടെ ഫ്രണ്ടിനെ കാണാൻ വടകര പോയിക്കും. അപ്പോൾ നമുക്ക് അവൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ പോകുന്നേ കണ്ടോ ഗൈസ്? നമുക്ക് 2-4 വരെ കിട്ടി. ഓക്കെ ഗൈസ്, നമ്മളെല്ലാവരും ഓവർടേക്കിങ് ചെയ്തെങ്കിൽ എത്തി. രണ്ടൊരു ഫ്രണ്ടിലുണ്ട് ഗൈസ്. ഞാൻ ക്ലാസ്സിൽ റപ്പ ഫെറ. ഓക്കെ, എല്ലാവരെയും കിട്ടി. ഇനി നമുക്ക് ഓഫ് ചെയ്യാം ഗൈസ്. നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഓക്കെ, ബസ് വരുമോ ആവോ നമുക്ക് കണ്ടറിയാം. ഓട്ടോ വിളിക്കണം, ലേറ്റ് ആവും. ബസ് പ്ലാൻ. സോ നമ്മൾ ഓട്ടോ ബസ് നമ്മൾ ബസ്സിലാണോ പോകുന്നത്, ഓട്ടോയിലാണോ പോകുന്നത്? ഓക്കെ, നമുക്ക് തോർശ്ശേരി ചെന്നിട്ട് അവിടെ നിന്ന് വേണം ബസ്സിൽ പോകാൻ, ജീപ്പിൽ പോകണം. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ 4 പേരും ഈ റൂട്ടിൽ ഓട്ടോയിൽ കയറി. അവർ 5 പേര് അതിൽ കയറി. നമ്മൾ അങ്ങ് വരെ നമ്മൾ ഓട്ടോയിൽ പോകാൻ നമ്മൾ തീരുമാനിച്ചു. അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലിൽ കയറിയില്ല കഴിഞ്ഞാൽ നമ്മൾ പുറത്തു. രാവിലെ ഞങ്ങളെ ചവിട്ടി പുറത്താക്കാൻ രാവിലെ പ്ലാൻ ഇടേണ്ടതായിരുന്നു. വൈകിട്ട് പോയി എങ്കിൽ നമുക്ക് കുറച്ച് നേരത്തെ ഇറങ്ങായിരുന്നു. അപ്പോൾ ബസ്സൊക്കെ കിട്ടിയിട്ട് ബസ്സിൽ നമുക്ക് നോക്കാം. ഇവരൊക്കെ എല്ലാവർക്കും ചൂട്. അപ്പം എൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഗൈസ്, നമ്മൾ അസേനെയും കൂട്ടിയില്ല. അസയ്ക്ക് വീട്ടിൽ വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ അസയെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ ഗൈസ്, നമ്മൾ ബീച്ചിൽ വന്നു. ഇത് ഭയങ്കര വെയിൽ ഗൈസ്, ഭയങ്കര വെയിൽ, ഒടുക്കത്തെ വെയിൽ ഗൈസ്. കണ്ണു പോലും തുറക്കാൻ വയ്യ ഗൈസ്. നമ്മൾ ഇത്രയും പേരുണ്ട് കണ്ട ഗൈസ്. ഫുൾ വൈബിക്ക് ചില്ലിങ്ങുമാണ് ഇവിടെ. ഓക്കെ, ഭയങ്കര വെയിലാണ് ഇവിടെ. കരിഞ്ഞ് ഇപ്പോഴേ കരിഞ്ഞ് 10 ഫോട്ടോ എടുക്കാൻ പോലും സമ്മതിക്കത്തില്ല ഇവിടുത്തെ വെയില്. ഗൈസ്, നമ്മളപ്പം ബീച്ചിൽ നിന്ന് പോകാൻ തീരുമാനിച്ചു. ഇവിടെ വെട്ടമില്ല. ബീച്ചിൽ നിന്ന് പോകാൻ തീരുമാനിച്ചു. ഗൈസ് വരൂ. നമ്മളിവിടെ നനഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങളെ പോലായി. എസ്പെഷ്യലി അമ്മ കണ്ടാൽ തെറി പറയുന്ന കാര്യം ഉറപ്പാണ്. ആക്ച്വലി നമ്മൾ ഒന്നും പ്ലാൻ ചെയ്തല്ലേ വന്നത്. അപ്പം അമ്മയടുത്തൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് സർപ്രൈസ് ചെയ്തല്ലോ. അമ്മ വ്ലോഗ് ഇടുമ്പോൾ കണ്ടാൽ മതി. ഓക്കെ അമ്മോ, സോറി.
ഞാൻ ഫുൾ നനഞ്ഞ് കോഴിക്കുഞ്ഞിനെ പോലായി. കുറച്ച് ഫോട്ടോ എടുക്കാം, ഞാനിങ്ങനെ അകത്തത് ക്ലിപ്പ് ആഡ് ചെയ്യാം. ഇവിടെ ഭയങ്കര ഫണ്ണായിരുന്നു, ഭയങ്കര രസമായിരുന്നു. ഓക്കെ ഗൈസ്, നമുക്കപ്പം കല്ലോട്ട് കയറാം കേട്ടോ, കാരണം ഭയങ്കര വെയിലും നനഞ്ഞ് വാരി. ഇതൊന്നും ഉണങ്ങാൻ തന്നെ ഏത് ഓട്ടോക്കാരൻ കയറ്റാനാണോ ആവോ. ഓക്കെ ബൈ ഗൈസ്. അപ്പം നമ്മൾ തിരിച്ച് നമ്മുടെ ഹോസ്റ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമ്മളോട് വന്ന ബാക്കി 5 പേര് ഒരു ഓട്ടോ കിട്ടി. അപ്പോൾ ഒരു ഓട്ടോയിൽ നമ്മൾ കുറച്ച് പേര് കയറുന്നവരങ്ങ് പോയി, കയറുന്നവർ കയറിപ്പോയി. അപ്പം നമുക്ക് അടുത്ത ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്താ ഓ അങ്ങനെ അത് കാണിച്ചു കൊടുക്കും. ഓക്കെ. അപ്പം നമ്മൾ ഏത് ഓട്ടോ കിട്ടുന്നോ അപ്പം ചാടി നമ്മൾ ആ ഓട്ടോയിൽ ഹോസ്റ്റലിൽ പോകുന്നതാണ്. ഓക്കെ ഗൈസ്, വി ആർ വെയിറ്റിംഗ് ഫോർ ഓട്ടോ. ഒരു ഓട്ടോ വരുന്നുണ്ട്, ആൾക്കാരില്ലെങ്കിൽ നമ്മൾ ആ ഓട്ടോ ഹൈജാക്ക് ചെയ്യും. ആക്ച്വലി അതിലാളില്ല, പിന്നെ വൈ മാൻ കേട്ടാഞ്ഞേ. ഓ കരിഞ്ഞ് മനുഷ്യൻ ഇന്ന് പോയി കടലമാവി കുളിക്കണം, ഇല്ലെങ്കിലേ ടാൻ അടിച്ച് മരിച്ച്. ഓക്കെ ഗൈസ്, നമുക്ക് ഓട്ടോ കിട്ടുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. നമ്മളെല്ലാവരും നടക്കുകയാണ്. ഗൈസ് സേ ഹായ്. ബായോ ഹായ് പറയാൻ ബായ് പറയണം. ഗൈസ് മൊത്തം നനഞ്ഞ് വാരി. എനിക്ക് തന്നെ എന്നെ ഇറിറ്റേഷൻ വന്നു, പക്ഷെ കുറച്ച് ഫോട്ടോ കിട്ടുകയാണെങ്കിൽ ഞാനിപ്പോൾ കൂളാണ്. ദാഹിക്കുന്നു. ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറ് പോലും ഉണ്ടില്ല ഗൈസ്. ഉച്ചയ്ക്ക് ചോറ് കിട്ടിയില്ല, ചോറ് കറി കൊള്ളത്തില്ലായിരുന്നു. സോ നമ്മൾ ആക്ച്വലി കറി എന്തോ തീർന്നെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് വേറെ കറി അവരുണ്ടാക്കി പറഞ്ഞ് ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമ്മൾ വൈകിട്ടത്തെ പഴംപൊരി നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. എല്ലാവരും ഇന്ന് തെണ്ടിപ്പിള്ളാരെ പേരെ വരുന്നുണ്ടോ. അപ്പം ഗൈസ് ഞാൻ ഓക്കെ, നമുക്കിനിയും ഒരു ഓട്ടോ കിട്ടിയിട്ട് നമുക്ക് അടുത്ത വീഡിയോ എടുക്കാം. ഗൈസ് നമുക്ക് ഓട്ടോ കിട്ടി ഗൈസ്. നമ്മൾ കുറച്ച് നടന്നതിന് ഓട്ടോ കിട്ടി. നമ്മളെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി നേരെ സ്ട്രൈറ്റ് ഹോസ്റ്റൽ. വെള്ളം പോലും കുടിച്ചില്ല, ദാഹിക്കുന്നു. പക്ഷേ കണ്ട കുറച്ച് ബ്ലോക്കാണ് ഇതൊക്കെ. ബ്ലോക്ക് ഗൈസ്, ബ്ലോക്ക്. ഗൈസ് നമ്മൾ എത്താറാകുന്നു എന്നാണ് നിഗമനം, പക്ഷേ എത്താറായിട്ടില്ല. ഹലോ ഗൈസ്, ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലെത്തി. കുളിച്ച് ചത്ത് അയ്യോ ഹോസ്റ്റലിൽ വരുന്നൊന്നും എടുത്തില്ല. കുളിക്കാൻ പോകുന്നതിന് മുമ്പൊക്കെ അയ്യോ എൻ്റെ പൊട്ടൊക്കെ എന്ത് ചെയ്യണ്ട പോയി കുളിക്കാത്ത പോയാൽ ഓക്കെ എന്തെങ്കിലും എടുക്കാടുത്ത് കാരണം പുഴുത്തി റൂമിൽ പോലും കയറാൻ തോന്നിയില്ല, അത്രയ്ക്ക് പുഴുത്താണ് വന്നത്. പിന്നെ കുളിച്ച് നന്നായിട്ട് ടാൻ അടിച്ച് അന്തസ്. നിങ്ങൾക്ക് എക്സാമ്പിൾ കാണണോ? കാണിച്ചു തരാം ഗൈസ്. നിങ്ങളത് കണ്ട അമാനിക്കും രൂപയ്ക്കും, അമാനിക്കും മിന്നുവിനും നന്നായിട്ട് ടാൻ അടിച്ച് കയറ്റി. എനിക്കൊന്ന് ഞാനും സനിലേയും നീങ്ങളുള്ള ഡ്രസ് ഇട്ടിട്ടായിരിക്കും. എൻ്റെ കൈ താണ്ട് കരിഞ്ഞ്, എൻ്റെ കൈയൊക്കെ ശരിക്കും കറുത്ത് ടാൻ അടിച്ച്. എനിക്ക് കൈക്ക് പിന്നെ അടിച്ചിട്ടുണ്ട്. അപ്പം അമാനിക്ക് രൂപയ്ക്ക് എനിക്ക് തോന്നുന്നു അവർ കുറച്ച് നീളം കുറഞ്ഞ ഡ്രസ്സ് ഇട്ടുണ്ടായിരിക്കും, അവർക്ക് ഇങ്ങനെ അടിച്ചത്. മുഖത്ത് വലിയ കുഴപ്പമില്ല. മുഖത്ത് വലിയ കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ ടാൻ അടിച്ചു. പിന്നെ ഇവിടെയൊക്കെ ടാൻ അടിച്ച്. കാലൊന്നും കുഴപ്പമില്ല, കാരണം ഞാനും സനിലേയും ലോങ് ഡ്രസ്സ് ഇട്ടത്. പക്ഷെ ഇവിടത് രൂപ കാലൊന്നും കാണിച്ചു. രൂപ കാണിച്ച് ഗൈസ്, നിങ്ങൾ ഈ കാല് കാണുന്നുണ്ടോ? നന്നായിട്ട് ടാൻ അടിച്ച്. അയ്യോ ഇനി നമ്മൾ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്തില്ല, കാരണം ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ കടലമാവ് മേടിച്ചിട്ടാണ് വന്നത് ബുദ്ധിപരമായിട്ട്. പിന്നെ തക്കാളി സല്ല ഹോസ്റ്റലിൽ നിന്ന് മോഷ്ടിച്ചു അല്ല. അപ്പം ആൻറ്റിയോട് ചോദിച്ചിട്ട് തക്കാളിയും കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്കിനിയും പാക്ക് ഇടാം, കാരണം ഇല്ല ശരിയാവൂല. ഇപ്പം ഇടണോ? ഓക്കെ. അപ്പം നമ്മളിപ്പം എന്തായാലും പാക്ക് ഇടാൻ പോവാണ്, കാരണം ഇല്ലെങ്കിൽ ഈ കരിമുട്ടി കളറാവും കൈയൊക്കെ ശരിക്കും കറുത്ത്. അപ്പം ഗൈസ് അമാനിയും കൂടെ ഉണ്ട്. നമ്മൾ അമാനിയുടെ കാലൂടെ കാണിച്ചു തരാം, കാരണം ഇവരുടെ കാല് ശരിക്കും അറിയുന്നുണ്ട്. പിന്നെ കൈയിലേ ഞാൻ പിന്നെ സ്ലീവ്ലെസ് ഇട്ടുകൊണ്ട് ഞാൻ ഇവിടെയൊക്കെ സൺസ്ക്രീൻ ഇട്ടാൽ പോകുന്നത്. എനിക്കത് അവിടെ നിന്ന് വലിയ ഫീലില്ല, പക്ഷെ കൈ കരിഞ്ഞ്. നമുക്ക് ബാക്ക് ടു പഴയ കളർ. ഓക്കെ.
ദാണ്ട ഗായ്സ് തക്കാളി കൊണ്ടുവച്ചിട്ടുണ്ട്. വന്നപ്പോൾ കടലമാവ് മേടിച്ചിട്ടാണ് വന്നത്. ഇനി അത് എല്ലാം കൂടെ അരച്ചിട്ടാലേ സമാധാനമാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ബീച്ചിൽ നിന്നൊക്കെ വന്നു. വൈൻഡപ്പ് കൊടുക്കട്ടെ. നമ്മൾ ബീച്ചിൽ നിന്ന് വന്നു. നമ്മൾ വൈൻഡപ്പ് എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, കിടക്കുക. ഇന്നലെ പാക്കൊക്കെ ഇട്ട്, പക്ഷെ കാണിക്കാനൊന്നും പറ്റിയില്ല. കാലൊക്കെ ഞാൻ ഈ വീഡിയോക്കകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഗൈസ് പ്ലീസ് ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഹായ് ഗൈസ്, വരെ കാണണോ?